വിവാദ പ്രസ്താവനയിലേക്കാണ് ഇനി പോകുന്നത്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല. മനുഷ്യൻ്റെ യുക്തിക്ക് എതിരായ പ്രായോഗികമല്ലാത്ത വാദമാണ് ഇതെന്നുമാണ് PMA സലാം പറയുന്നത്. സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും. ലോകം അംഗീകരിച്ചിട്ടുണ്ടാ? എന്തിനാ ഈ ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ? അല്ലേ? ഇവിടെ രണ്ടും തുല്യാണ്. ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നുണ്ടല്ലേ ഇവിടെ? എന്തിനാ എഴുതി വെക്കുന്നത്? മൂത്രപ്പുര സ്ത്രീകൾക്ക് വേറെ അല്ലേ? എന്തിനാ വേറെ വെക്കുന്നത്? ഇത് തുല്യരാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാക്കാൻ ശ്രമിക്കുക. പ്രായോഗികമല്ലാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത, മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത്? അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ തുല്യതയല്ല പറയുന്നത്. ശിവദാസ് കന്മനം ഒപ്പം ശിവദാസ്, PMA സലാമിന് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് ബോധ്യമാണ്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മറ്റ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള അവരോട് വിധേയത്വം പാലിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് PMA സലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത മുസ്ലിം ലീഗ് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലെന്ന് PMA സലാം പറയുന്നുണ്ട്. ഒരിക്കലും ആ രീതിയിൽ തുല്യത അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ജെൻഡർ ഡിഫറൻ്റ് ആണ്. ഒരിക്കലും ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് പോലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത മത്സരങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത്. ബസ്സിലെ സീറ്റിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് സംവരണം ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായ ഒരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീക്കും പുരുഷനും തുല്യത എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് PMA സലാം വ്യക്തമാക്കുന്നുണ്ട്. അത് ഒരു മുസ്ലിം ലീഗിന്റെ കാലാകാലങ്ങളായുള്ള രാഷ്ട്രീയ നിലപാടാണ്. മതപരമായ ഇക്കാര്യത്തിൽ തങ്ങൾ അഭിപ്രായം പറയാറില്ല. ലീഗ് ഇത്തരം വിഷയങ്ങളിൽ മതപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല. ലീഗിന്റെ രാഷ്ട്രീയ നിലപാടാണ് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത ഒരു കാലത്തും മുസ്ലിം ലീഗ് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് നമുക്കറിയാം മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ മുസ്ലിം മറ്റ് സമസ്ത അടക്കമുള്ള സംഘടനകൾ സ്ത്രീകളെ ഒരു വേറിട്ട് കാണുന്ന ഒരു രീതിയിൽ പലപ്പോഴും അവരുടെ ചടങ്ങുകളിൽ അടക്കം സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു വേദി അല്ലെങ്കിൽ ഒരു മറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും അവരെ പങ്കെടുപ്പിക്കാറുള്ളത്. അത്തരത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും സ്ത്രീകൾക്ക് അത്തരത്തിൽ ഒരു വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ പോലും അവർക്കൊരു എതിർപ്പുള്ള സംഘടനകൾ നിരവധി മുസ്ലിം സംഘടനകൾ ഉണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് വിധേയരായി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു അപ്രമാദിത്വം നഷ്ടമാകും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് അവർക്ക് വിധേയരായി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഇല്ല എന്ന് PMA സലാം പറയുന്ന വിവാദപരമായ ഒരു പ്രസ്താവന തന്നെയാണത്. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് തുല്യത നൽകാനുള്ള നിയമങ്ങൾ അടക്കവുമായി കേന്ദ്ര സർക്കാർ അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഈ ഒരു പ്രസ്താവന വലിയ ഒരു വിവാദം കൂടിയാണ്. കൃഷ്ണരാജ്, അദ്ദേഹത്തിന് ശരി ശിവദാസ്, അദ്ദേഹം സ്ത്രീയെയും പുരുഷനെയും അവരുടെ ശരീരം വെച്ച് മാത്രമാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൃഷ്ണരാജ്, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കണേ. PMA സലാമും അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്ന പുരുഷനും, ആരുമായിക്കോട്ടെ, ഏതൊരു പുരുഷനുമായാലും രണ്ടുപേർക്കും ഒരേ അളവിലുള്ള ഷർട്ടാണോ തുന്നാറ്? അല്ലെങ്കിൽ അവരും ഒരേ കായിക ശേഷി അവർക്ക് തന്നെ ഉണ്ടാവില്ലല്ലോ. ഓരോ ഈ പട്ടാളത്തിലൊക്കെ ആളെ എടുക്കുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് അവരെ ഒഴിവാക്കി പോകുന്നു ചോദിച്ചാൽ, ഓരോരുത്തർക്ക് പറ്റിയ ഓരോ ജോലി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഒരാളെപ്പോലെ മറ്റൊരാൾ തുല്യർ എന്ന് നമുക്ക് PMA സലാമിന് നേരം വെളുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.